അതെ, ക്യാൻസറാണ്. ഇതെങ്കിലും സമ്മതിച്ചല്ലോ ക്യാൻസറാണ്. ഇനിയെങ്കിലും കുറച്ച് അടങ്ങി ഒതുങ്ങിയിട്ട് ജീവിക്കാൻ നോക്ക്. ദൈവത്തിനെ ഓർത്തിട്ട് ജീവിക്കാൻ നോക്ക്. ആളെക്കൊണ്ട് അതും ഇതും പറയിപ്പിക്കാത്ത രീതിയിൽ അന്നിന്നേ ജീവിക്കാമായിരുന്നു. ഇത് 1000 പിരാക്കൽ ആയുസ്സിന് കേടാന്ന് പറയലുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വന്ന് കരയണ്ട എന്നോർത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും. ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്തു നിന്ന് ഞാനിത് മറച്ചു വെച്ച് ഇത് പറയാൻ സമയമായി എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട്. അപ്പം ഇവളെ സമയം ഇവിടെ ആയി. അതുകൊണ്ട് ഇവളെല്ലാവരോടും തുറന്നടിച്ച് പറഞ്ഞു. മോശമാണ്. ബ്രസ്റ്റ് ചെയ്യുന്നത് കഷത്തിലേക്ക് വ്യാപിച്ചു, ലിംബിനോട് വഴി ഹാർട്ടിൻ്റെ മസിലിലോട്ട് ചെറുതായിട്ട് വ്യാപിച്ചു, ലങ്സിലോട്ട് വ്യാപിച്ചു. അങ്ങനെ സ്റ്റേജ് 3 കഴിയാറായി. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പം കടന്നു പോകുന്നത്. കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. അതുപോലെ ഇതുപോലെ ക്യാൻസറായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഞാൻ എന്നും ഒരു മാതൃകയായിട്ടിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതേതായാലും റേണു എടുത്ത തീരുമാനം നല്ല തീരുമാനം. അത് വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോവാം. എല്ലാ അസുഖങ്ങളും പെട്ടെന്ന് ഭേദമാവട്ടെ. തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇത് ദുബായിൽ വെച്ചിട്ട് സ്ഥിരീകരിച്ചിട്ട് അവിടെ വെച്ച് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവമേ അല്ല ഇത്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഇങ്ങനെ ഒരു ബ്രസ്റ്റിലൊരു മുഴ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാനങ്ങനെ അസുഖം അങ്ങനെ പറയുന്ന ഒരാളല്ല കുഞ്ഞിലെ തൊട്ടേ. അപ്പം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ട് ഡോക്ടർ അന്ന് അത് ഒരു 15-16 വർഷം മുന്നത്തെ കാര്യമാണ്. നേരം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഇതിങ്ങനെ വെക്കരുത്, ഇപ്പം ഇതിന് വലിയ പ്രശ്നമില്ല, അത് ഫ്യൂച്ചറിൽ ക്യാൻസർ ആകും. അപ്പം ആ സമയത്ത് എനിക്ക് മറ്റൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുക. വേറെ ഒന്നുമല്ല, അപ്പൻഡിസൈറ്റിസിൻ്റെ ഓപ്പറേഷൻ. അപ്പോൾ അതിച്ചിരി പെയിൻഫുള്ളായിരുന്നു. അതുപോലെ നട്ടലിന് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടായിരുന്നു ചെയ്തത്. അപ്പം ഞാൻ ആ ഒരു പേടി മൂലം ഞാനിത് വീട്ടിൽ പറഞ്ഞില്ല. സുധിച്ചേട്ടൻ്റെ മരണശേഷം കുറേ നാളുകൾക്ക് ശേഷം നമുക്കറിയാം ബ്രസ്റ്റ് ക്യാൻസർ, ഈ ഒരു മുഴ വരുമ്പോൾ നമുക്ക് ബ്രസ്റ്റിന് ആകൃതിയിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഡോക്ടറിന് ഡൗട്ടായി. അങ്ങനെ മാമോഗ്രാമിലൂടെ സംശയം തോന്നി ഡോക്ടർ വീണ്ടും വിളിപ്പിച്ചു. ബയോപ്സി എടുത്ത റിസൾട്ടും ഞാൻ ഒറ്റയ്ക്കാണ് ചെന്ന് മേടിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു ക്യാൻസർ ആണെന്ന് പറഞ്ഞു. നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു അവസ്ഥ നമുക്കറിയാം. അതിൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ നമുക്കറിയാം. അപ്പോൾ അതെല്ലാം കൂടെ എൻ്റെ തലയിലോട്ട് വന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. ആ റിസൾട്ട് വീട്ടിൽ കൊണ്ട് ഞാൻ ഭദ്രമായിട്ട് വെച്ച് ഒരു മനുഷ്യനോടും പറഞ്ഞു. കരീഷ്മ അറിയാം, മാനേജർ, എൻ്റെ ചേച്ചിയോട് പോലും പറഞ്ഞില്ല. കാരണം അവരൊക്കെ വിഷമിക്കും. കരീഷ്മയോട് പറഞ്ഞത് തന്നെ കരീഷ്മ എന്നോട് ചോദിച്ച് എന്താണ് നീ എന്താ, അവൾക്ക് നമ്മുടെ ഒരു സംസാരം വ്യത്യാസമായി അവൾക്ക് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ഒരു സംഭവം ഉണ്ട്. അവൾ ഞെട്ടിപ്പോയി. ഇപ്പം ഞാൻ ആരോടും പറഞ്ഞു, കുറേ നാൾക്ക് മുന്നേ ആണിത്. ആരോടും പറഞ്ഞില്ല, വീട്ടിലും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. കരീഷ്മ അറിഞ്ഞതിന് ശേഷം ചേച്ചി അറിഞ്ഞു. ചേച്ചിയോട് പറഞ്ഞു കരീഷ്മ. അപ്പം എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയി പെറ്റ് സ്കാൻ എടുത്തിട്ട് അവിടുത്തെ ഡോക്ടർ വീണ്ടും കുറേ പരിശോധനകൾ, പതോളജിയും അതുപോലെ ബയോപ്സിയും, വീണ്ടും MRI വിത്ത് മാമോഗ്രാം, അതുപോലെ ഒരുപാട് ശരീരത്തിൽ ഒരുപാട് സ്കാനിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരുടെ ഇതിൽ, അതായത് മുന്നമേ നമ്മൾ അറിഞ്ഞെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിലാണ് അറിഞ്ഞത്. പക്ഷേ മെഡിക്കൽ കോളേജുകാർക്ക് അവർ വീണ്ടും പരിശോധിക്കും. ഇതെന്താണെന്ന് അറിയേണ്ടത്, ഇതെന്താണ് എങ്ങനെയാണെന്ന് അവർ വീണ്ടും പരിശോധിച്ച് കഴിഞ്ഞിട്ടാണ് അവർ ക്യാൻസർ ആണ് മെഡിക്കൽ കോളേജുകാരും കൂടെ സ്ഥിരീകരിച്ചത്. പതോളജി റിപ്പോർട്ടാണ്, നമ്മുടെ പതോളജി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇത് മാമോഗ്രാമിൻ്റെ കാര്യങ്ങൾ, മാമോഗ്രാമും പിന്നെ കുറേ ബാക്കി ബയോപ്സി ചെയ്തതും പെറ്റ് സ്കാൻ്റെ റിപ്പോർട്ടും ഒക്കെ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഒറിജിനൽ എല്ലാം ഡോക്ടേഴ്സിൻ്റെ കയ്യിലാണ്. നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സാണ് അതെല്ലാം വെക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഇവൾ ഈ അസുഖത്തിൻ്റെ തുടക്കം. അതിന് ഒരുപാട് ആൾക്കാർ ദുബായി പോയിട്ട് കിട്ടി, മറ്റുള്ള രാജ്യത്ത് പോയി കിട്ടി, അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി, വായി തോന്നിയത് ആൾക്കാർ വിളിച്ച് പറഞ്ഞ് അന്നെ. അപ്പം അതിനൊരു ക്ലിയർ കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് ഇവൾ ഈ ഒരു അഭിമുഖം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. കാരണം അഭിമുഖം ചെയ്താലും ക്യാഷ് കിട്ടും, അത് വേറെ കാര്യം. അപ്പോൾ ഇവളെ രോഗം വെച്ചിട്ടും ഇവൾ പൈസ ഉണ്ടാക്കും. അത്ര അവരെൻ്റെ മുന്നിൽ കരയാൻ പറ്റുമോ? അവരെന്നെ ധൈര്യം തരാനല്ലേ പറ്റത്തുള്ളൂ. ചേച്ചിയായിട്ടും കരീഷ്മയൊക്കെ ആയിട്ടും പപ്പായമ്മയൊക്കെ പലപ്പോഴും പൊട്ടിക്കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പറഞ്ഞാൽ എനിക്ക് ക്യാൻസർ ആണെന്ന് ഓർത്ത് ഞാൻ കരഞ്ഞില്ല. കിച്ചു വലുതായി വൃതപ്പനെ ഓർത്തിട്ടാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ദൈവമേ, എനിക്കും കൂടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവന് കുഞ്ഞല്ലേ, അവൻ എന്ത് ചെയ്യും? അവന്
സത്യം പറഞ്ഞാൽ എല്ലാവരും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവൻ എല്ലാവരും ഉണ്ട്, പക്ഷെ ആരും ഇല്ലാത്തൊരവസ്ഥയാവുമല്ലോ. ഇതൊക്കെ നല്ലപോലെ ഓർമ്മ ഉണ്ടായിട്ടാണോ ഈ 10-15 വർഷത്തിന് ശേഷം ഉണ്ടായ ഒരു അസുഖം ഇത്രയും കാലം അത് മൂർച്ചയേറാൻ വേണ്ടി വെച്ചത്? അങ്ങനെ ഒരു ബോധം നിനക്കുണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സ നീ പണ്ടേ തേടണമായിരുന്നു. ഇപ്പം അത് 3rd സ്റ്റേജൊക്കെ കഴിഞ്ഞു, 4th സ്റ്റേജിലേക്ക് കടക്കാൻ പോകുന്നു എന്നാണ് കേട്ടത്. ഞാനും വിളിച്ചിട്ടില്ല ആ ഒരു സംഭവത്തോടു കൂടി. അന്ന് നിങ്ങൾക്ക് അറിയാം, അന്നത്തെ ഒരു ലാസ്റ്റ് വിളിച്ചത് മോനെ കൊണ്ടുപോവുക, പുറത്തു പോവാന്നുള്ളത്. പിന്നെ എന്നെ ഒരു കോണ്ടാക്റ്റും ചെയ്തിട്ടില്ല. രോഗം എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടും കിച്ചു വിളിച്ചില്ല, അന്വേഷിച്ചില്ല എന്നാണ് ഇവളിപ്പി പറഞ്ഞത്. അപ്പം കിച്ചു വിളിക്കാത്തത് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനു മുന്നേ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അവർ മനോവിഷമം കൊണ്ട് അവർ എന്താ പറയുക, അന്നെ അമ്മ ചെയ്ത പ്രവൃത്തികളൊക്കെ ഓർത്ത് നാണക്കേട് കൊണ്ടായിരിക്കാം മകൻ വിളിച്ച് അന്വേഷിക്കാതിരുന്നത്. അതൊരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവർ തമ്മിൽ, അതായിരിക്കാം കാരണം. ഇതൊക്കെ ഇപ്പം ഇത് കാണുന്നവർക്കറിയാം ഞാൻ ഈ ക്യാൻസർ ആണെന്നും അറിഞ്ഞിട്ടും ഞാൻ എത്ര സന്തോഷത്തോടു കൂടിയാണ് മറ്റുള്ളവരോട് പെരുമാറിയത് ഒക്കെ അറിയാം. ഞാൻ റീൽസ് ചെയ്യുന്നു, ഈ തെറി മുഴുവൻ കേൾക്കുന്നതും ഇങ്ങനെ അറിഞ്ഞിട്ട് തന്നെയാണ്. പക്ഷെ നമ്മളുടെ വിധിയാണത്. നമുക്ക് ഒരു ഇത് നേരത്തെ കണ്ടുപിടിച്ചതാണ്. ഇതെനിക്ക് അറിയാവുന്നതായിരുന്നു, എന്നിട്ട് പോലും ഞാനത് ആ സമയത്ത് ഞാൻ ചികിത്സിച്ചില്ല. ജസ്റ്റ് ഒന്ന് ഡോക്ടറെ ഒന്നും കൂടെ കണ്ടിരുന്നെങ്കിൽ അത് എടുത്തു കളഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അവസ്ഥ വരത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, ഇതിനും വലിയ കുത്തുവാക്കളല്ലേ കേൾക്കുന്നത്. ക്യാൻസറിനേക്കാൾ എനിക്ക് ക്യാൻസർ ഒന്നുമല്ലേ, വേറൊന്നുമല്ല, ഇതിനും വലുതാണ് കേട്ടത്, അനുഭവിച്ചത്. ഈ ക്യാൻസർ ആയിട്ട് ഞാൻ നാട്ടിലോട്ട് വന്നപ്പോൾ പോലും എയർപോർട്ടിൽ വെച്ച് പോലും വിഷമം ഉണ്ടായി അനുഭവിച്ചത്. ഉള്ള ആശ്രയം ദൈവം തരാനുള്ളത് എനിക്ക് ദൈവം തന്നത് തന്നെയാണ്. നമുക്ക് നന്മ തരുന്നതും ദോഷം തരുന്ന എല്ലാം ദൈവം. എനിക്ക് ദോഷമായിട്ട് ഞാൻ ദൈവം തന്ന സന്തോഷത്തോടു കൂടി നമ്മൾ ആ രോഗം. എല്ലാവർക്കും ഈ രോഗം കൊടുക്കുന്നത് ദൈവം തന്നെ. എന്നെ എല്ലാവരും കാത്തു രക്ഷിക്കട്ടെ. ഈ ഒരു നല്ലൊരു മെൻറ്റാലിറ്റി അത് എന്നെ സമ്മതിക്കണം. ആ ഒരു മെൻറ്റാലിറ്റിയുടെ പവർ കൊണ്ടെങ്കിലും അസുഖം പെട്ടെന്ന് ഭേദമാവട്ടെ. ആ കിച്ചു കിച്ചു അല്ല, ഋതപ്പൻ അനാഥനാകാതിരിക്കട്ടെ. പക്ഷേങ്കിൽ നമ്മൾക്ക് ദൈവം തന്ന ആ ഒരു രോഗം അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ചികിത്സിക്കാൻ അങ്ങനെ ഒരു ഓപ്ഷനും കൂടിയുണ്ട്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന് പറയുന്നത് പോലെ അത് നമ്മൾ ആദ്യം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ചികിത്സ തേടണം. അല്ലാതെ ഇത് ദൈവം തന്ന വരാണ് എന്ന് കരുതിയിട്ട് അതും നമ്മൾ മുറുകെ പിടിച്ചിട്ട് ഇരിക്കാനൊന്നും ഒരിക്കലും പാടില്ല. അതിന് ചികിത്സ തേടുക തന്നെ വേണം. സത്യം പറഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ സബ്സ്ക്രിപ്ഷൻ്റെ ഒക്കെ ചീത്ത കേട്ടിട്ടും ഞാൻ മുന്നോട്ട് വന്നത്. നമുക്ക് ആവശ്യങ്ങളുണ്ട്, ഈ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ തെറി കേട്ടിട്ട് ഇതൊന്നും കളയാറില്ല. കുറേ നാൾ മുന്നേ അറിഞ്ഞ കാര്യം. ഈ മുഴയുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ. പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ പ്രൈവറ്റ് ആശുപത്രി പോയതും ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം സബ്സ്ക്രിപ്ഷൻ ഞാൻ ചെയ്തുകൊണ്ട് വന്നു. ഇതിപ്പോൾ ഇവള് പറയുന്ന കേട്ടോ, ഇതുമായിട്ട് നമുക്കൊരു യോജിപ്പില്ല. കാരണം ഈ ക്യാൻസർ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൾ ഇപ്പം എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്. സാധാരണ എന്ന് വെച്ചാൽ അവനവൻ്റെ ശരീരം പ്രദർശിപ്പിച്ച് കിട്ടുന്ന ക്യാഷിനെ കൊണ്ടല്ല അവനവൻ്റെ ശരീരം ചികിത്സിക്കേണ്ടത്. ഇതിപ്പം ഇത്രയും വലിയ മെൻറ്റാലിറ്റി ഇല്ല ആൾ ഈ പറഞ്ഞ ഈ കാര്യമായിട്ട് നമുക്ക് യോജിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ രോഗം ഈശ്വരൻ തന്നാലും അത് നമ്മൾ ഇതുപോലത്തെ വൃത്തിയട്ട പണിയെടുത്തിട്ടല്ല ചികിത്സിക്കാൻ പൈസ ഉണ്ടാക്കുക. ഈ ചില നേരത്ത് ഇവൾ ഈ അഹങ്കാരത്തിൻ്റെ ഈ വർത്താനാണ് മനുഷ്യന്മാർ കൂടുതൽ ഇവളോട് വെറുപ്പിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അന്നിന്നെയുള്ള ഇവളെ റീൽസും കാര്യങ്ങളും മറ്റുള്ള എന്താ പറയുക മോശപ്പെട്ട രീതിയിലുള്ള അഭിനയങ്ങൾ കൊണ്ട് ജനങ്ങൾ ഒരുപാട് വെറുത്തിട്ടുണ്ട് ഇവളെ. അപ്പോഴൊക്കെ ഇവൾ പറയൽ ഋതപ്പനെ നോക്കാനാണെന്നാണ് പറഞ്ഞത്. ഇപ്പം ഇവളിത് മാറ്റി പറയുന്നുണ്ട്. ഇപ്പം സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിന് എൻ്റെ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ഇതെന്നാ ക്യാൻസർ ചികിത്സ സഹായ ഫണ്ടായി സബ്സ്ക്രിപ്ഷൻ. എടി വായി തോന്നുന്നൊന്നും വിളിച്ച് പറയാണ്ട് കുറച്ച് കാലം ദൈവത്തോട് പ്രാർത്ഥിക്കും നിൻ്റെ അസുഖം ഭേദമാകും.